ഹായ് എവ്രിവൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. The discrete probability of an event where independent events ആയിരിക്കണം are occurring in a fixed interval of time. ഒരു ടൈം ബീയിങ്ങിൽ സംഭവിക്കുന്ന ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആൻഡ് ഹാവ് a non-constant mean rate. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇൻ അതർ വേർഡ്സ്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഹൗ മെനി ടൈംസ് an event is likely to occur within a given period of time. ഒരു given period of timeൽ എത്ര തവണ ഇവന്റ് നടക്കും എന്നുള്ള ഒരു എസ്റ്റിമേഷൻ ആണ് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വഴി ഫൈൻഡ് ചെയ്യുന്നത്. ലാംഡ, ഇത് ലാംഡയുടെ സിമ്പൽ ആണ്. Lambda is the Poisson rate parameter that indicates the expected value of the average number of events in the fixed time interval. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ ആണ് ലാംഡ എന്ന് പറയുന്നത്. Poisson distribution has wide use in the field of business as well as in biology. Okay, അപ്പോൾ അതാണ് ജസ്റ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ. ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി, അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കവർ ചെയ്തത് സൈമൺ ഡെന്നിസ് പോയിസോൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റുള്ള സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണ്. അപ്പം ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യണേ. സൈമൺ ഡെന്നിസ് പോയിസോൺ ഇൻ 1837. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കേസാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ഡെത്ത് ഫ്രം എ റെയർ ഡിസീസ് അല്ലെങ്കിൽ റെയർ ആക്സിഡൻസ് ഡ്യൂറിങ് എ ഡേ ഇൻ എ കൺട്രി. അപ്പൊ ഒരു കൺട്രിയില് സപ്പോസ് ഈ ഒരു ഡേ, അതായത് ഇന്ന് നടന്നിട്ടുള്ള സ്നേക്ക് ബൈറ്റ്സിന്റെ നമ്പർ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നടന്നിട്ടുണ്ടാവുന്ന ഇങ്ങനത്തെ റെയർ ഇവന്റ്സിന്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. നമ്പർ ഓഫ് സൂയിസൈഡ്സ് ഇൻ എ ഡേ ഇൻ എ സിറ്റി. മനസ്സിലായില്ലേ? ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിലൊക്കെ ജനറൽ ആയിട്ട് എന്താണ്, നമ്പർ ഓഫ് ഒക്യൂറൻസ് ഓഫ് എ റെയർ ഇവന്റ്, അതായത് ഇവൻ വിത്ത് എ വെരി സ്മോൾ പ്രോബിലിറ്റി. ഇപ്പൊ സ്നേക്ക് ബൈറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലെ, ഇൻ എ സ്പെസിഫൈഡ് ഷോർട്ട് പീരീഡ്. സോ ഷോർട്ട് പീരീഡ് ആയിരിക്കണം. ഈസ് ഫൗണ്ട് ടു ഫോളോ ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ വരുന്ന കേസുകളിലാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല നോക്കാം. പി ഓഫ് എക്സിന്റെ ഫോർമുല ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. ഓക്കെ, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഒന്നുകൂടെ പറയാം, ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ എക്സിന്റെ വാല്യൂസ് 0, 1, 2, 3 ആവാം. ഇവിടെ ഈ ലാംഡ എന്ന് പറയുന്നത് മീൻ നമ്പർ ഓഫ് ഒക്യൂറൻസ് ഇൻ ദാറ്റ് ഇന്റർവൽ. ഇവിടെ ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യം വരുന്നില്ല. എന്നാലും ജസ്റ്റ് ഫോർമുല എഴുതുമ്പോൾ നമ്മൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് പി ഓഫ് എക്സിന്റെ ഫോർമുല. നെക്സ്റ്റ്, മീൻ ആൻഡ് വേരിയൻസ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ലാംഡ തന്നെയാണ്, അതുപോലെ തന്നെ വേരിയൻസ് എന്ന് പറയുന്നത് ലാംഡ തന്നെയാണ്. ഫോർ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ആൻഡ് ദ വേരിയൻസ് ആർ ഈക്വൽ. അതായത് ഈ മീനും വേരിയൻസും ലാംഡ തന്നെയാണ്. കണ്ടോ? നെക്സ്റ്റ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ MXT is equal to e raised to lambda into e raised to t minus 1. നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ മതി, നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. MXT is equal to e raised to lambda into e raised to t minus 1. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് പഠിച്ചു. സെയിം മെത്തേഡ് അല്ലെങ്കിൽ സെയിം വേ നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫിറ്റിംഗ് എന്തിനാന്നുള്ളത് ഞാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അതാണ് ഇപ്പോൾ ഫിറ്റിംഗ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നിന്ന് ഒരു എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പൊ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗിന് മെയിൻലി 3 സ്റ്റെപ്പ് ആണുള്ളത്. ഒന്ന്, ഫൈൻഡ് മീൻ. രണ്ടാമത്തത് ഫൈൻഡ് പി ഓഫ് എക്സ്, നമ്മൾ നേരത്തെ പഠിച്ച ആ ഫോർമുല പോലെ. പക്ഷെ ഇവിടെ നമ്മൾ ഫിറ്റിംഗ് ചെയ്യുമ്പം നമ്മൾ ലാംഡ ഇട്ട് കൊടുത്തില്ലേ നേരത്തെ ഇക്വേഷനിൽ, ആ സ്ഥലത്തൊക്കെ നമ്മൾ മീനാണ് ഇട്ട് കൊടുക്കാം.
നമ്മൾ നേരത്തെ പഠിച്ച പി ഓഫ് എക്സിന്റെ ഫോർമുല എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് എന്നായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഫിറ്റിംഗ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് മീൻ ഇൻറ്റു മീൻ ദ ഹോൾ റേസ് ടു എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വരും. ഈസി ആണത്. ഫസ്റ്റ് മീൻ കണ്ടുപിടിക്കുക, എന്നിട്ട് പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ദെൻ ഫൈൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഫ്രീക്വൻസി. അത് എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ മറ്റേ കേസിൽ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ എൻ ഇൻറ്റു പി ഓഫ് എക്സ്. നമുക്ക് ഇവിടെ പി ഓഫ് എക്സ് ഓരോ എക്സ് വാല്യൂടെയും പി ഓഫ് എക്സ് കിട്ടൂലോ, അത് ഓരോന്നും എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ഇങ്ങനെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഇവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി ഓഫ് എക്സിന്റെ ഫോർമുലയില് ലാംഡേനെ എന്തായിട്ട് എടുക്കുകയാണ്? മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എടുക്കുകയാണ്. ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനില് a quality control manager inspected 100 newly manufactured car radios and recorded the number of defects found in each one. The result are summarized in the following table. Okay, അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്ട്സ് വാല്യൂസ് അപ് 3 വരെ ഉണ്ട്. റേഡിയോസ് ഫ്രീക്വൻസി, അപ്പൊ എക്സും ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, വേരിയബിളും ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, സമ്മ തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ബൈനോമിയലിന്റെ ഫിറ്റിംഗ് ചെയ്ത അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്മോൾ എൻ വരുന്നില്ല, കാരണം നമ്മുടെ ഇക്വേഷനിൽ എൻ എന്നുള്ളൊരു വേരിയബിൾ ഇല്ല. അപ്പൊ നമുക്ക് എൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ 100 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എൻ ആണ്. ആ കാര്യം വിട്ടുപോകരുത്. ഫ്രീക്വൻസിയുടെ സമ്മിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നേരത്തെ പറഞ്ഞത്? ഫൈൻഡ് മീൻ. മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ലാംഡേനെ നമ്മളിവിടെ മീൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ലാംഡ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ്. അപ്പൊ നമ്മുടെ ടേബിളിലുള്ള എക്സിന്റെ വാല്യൂ എഫിന്റെ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് ഇൻറ്റു എഫ് എന്നുള്ളൊരു പുതിയ കോളം സൈഡിൽ എഴുതുക. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, എക്സ് ഇൻറ്റു എഫ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അങ്ങനെ നമുക്കൊരു പുതിയ കോളം കിട്ടും. ആ കോളത്തിന്റെ സമ്മാണ് ഈ സിഗ്മ എക്സ് ഇൻറ്റു എഫ്. The whole divided by sigma f എത്രയാണ്? നമ്മുടെ ഫ്രീക്വൻസിയുടെ സമ്മ, അത് എത്രയാ? 100. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു എഫ് ചെയ്തിട്ടുണ്ട്. 0 into 50, 1 into 30, 2 into 15, 3 into 5. അങ്ങനെ നമുക്ക് 75 ആണ് സിഗ്മ എക്സ് ഇൻറ്റു എഫ് കിട്ടുന്നത്. അപ്പൊ മീൻ എന്ന് പറയുന്നത് 75 divided by 100 വരും. ദാറ്റ്സ് ഈക്വൽ ടു 0.75. അപ്പൊ ഈ ഡേറ്റയുടെ മീൻ, എസ്റ്റിമേറ്റഡ് മീൻ എന്ന് പറയുന്നത് 0.75 ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ലാംഡേനെയാണ് ഇവിടെ, ലാംഡ എന്ന് പറയുന്നത് മീൻ ആയിട്ടാണ് എടുക്കണേ. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ലാംഡ വരുന്നിടത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0.75 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ പോയ്സോൺ ഫോർമുല എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇ റേസ് ടു മൈനസ് ലാംഡയുടെ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0.75. അതുപോലെ തന്നെ ലാംഡ റേസ് ടു എക്സില് ലാംഡയുടെ അവിടെ 0.75 റേസ് ടു എക്സ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഉള്ള എക്സ് വാല്യൂസ് എന്തൊക്കെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്? 0, 1, 2, 3. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സിന് 0 ഇട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം, 2 ഇട്ട് കൊടുക്കണം, 3 ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി ഓഫ് എക്സിന്റെ വാല്യൂസ് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതുപോലെ തന്നെ ഈ എക്സിന്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ പിന്നെ ഇ എന്ന് പറയുന്നത്, അപ്പൊ ഇ റേസ് ടു മൈനസ് 0.75 എന്ന് കിട്ടും. അത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എടുക്കാവുന്നതാണ് കേട്ടോ. ഇ റേസ് ടു മൈനസ് 75യുടെ മാത്രം വാല്യൂ നമുക്ക് മതി, അത് തന്നെയാണല്ലോ എല്ലാ കേസിലും വരുന്നത്. ഇവിടെ ഇപ്പൊ അത് 0.47237 കിട്ടും. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ പി ഓഫ് എക്സിന്റെ 4 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ കിട്ടിയ പി ഓഫ് എക്സ് ഇൻറ്റു എൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് 0 ഡിഫക്റ്റ് വരുന്ന കേസിൽ എൻ എത്ര? 100 ഇൻറ്റു പി ഓഫ് എക്സ്, 100 ഇൻറ്റു 0.4724 47.24 എന്ന് കിട്ടും. 100 ഇൻറ്റു പി ഓഫ് എക്സ് 1 വരുമ്പോൾ ഉള്ളത്. അങ്ങനെ 4 കേസിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ട്.
നമ്മൾ ബൈനോമിയൽ ചെയ്ത പോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെസിമൽ വാല്യൂസിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എഴുതാം. റൗണ്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 47.24. അപ്പൊ നമുക്കത് 47 തന്നെ എഴുതാം. 35.43 5നേക്കാൾ ചെറുതാണ് എന്നാലും, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 35 തന്നെ എഴുതാം. 13.29 13 തന്നെ എഴുതാം. 3.32 3 തന്നെ എഴുതാം. ഇത് നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 98 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ സം എത്രയാണ്, 100 ആണ്. അപ്പൊ നമുക്കിത് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയുടെയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും സം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ 98 കിട്ടിയിരിക്കുന്നത്, 100 ആക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ റൗണ്ട് ചെയ്തില്ലേ, റൗണ്ട് ചെയ്തപ്പം നമ്മളിപ്പോ ഒന്ന് റൗണ്ട് ചെയ്തത് അങ്ങനെ തന്നെ എഴുതിയത്. അപ്പം ഇപ്പൊ ഈ 35.43 വേറെ ഏതാ, 3.32 നമുക്ക് നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് എഴുതാം. ഇതിനെ 36 ആക്കി എഴുതാം. 3.32 എന്നുള്ളത് നമുക്ക് 4 എന്നാക്കി എഴുതാം. അങ്ങനെ ആക്കി എഴുതിയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. അപ്പൊ നമ്മുടെ കൺവേർട്ടഡ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 47, 36, 13, 4 ആണ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആൻഡ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ സം ഈക്വൽ ആവുള്ളൂ. അപ്പൊ നമ്മുടെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഫ്രീക്വൻസി കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു ടേബിളൂടെ എഴുതിയിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. x0 ആവുമ്പോൾ നമ്മുടെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി 47 ആണ്, x1 ആവുമ്പോൾ 36 ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രേ ഉള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.